അപ്പോസ്തലന്മാരുടെ കയ്യിൽ മാത്രമല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്, ആത്മപകർച്ചകൾ നടക്കുന്ന സാധാരണ വിശ്വാസികളിലൂടെയും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ രോഗികളുടെ മേൽ കൈവയ്ക്കും. അപ്പോൾ ഇറ്റ്സ് ദ ബിലീവേഴ്സ് മൂവ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ എല്ലാ വിശ്വാസികൾക്കും 2 ദൂതന്മാരുണ്ട്, അല്ലേ? കുറഞ്ഞത് 2. സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം നോക്കി നിൽക്കുന്ന ഈ ചെറിയവരിൽ നിങ്ങൾ ആരെങ്കിലും സ്തോത്രം നിങ്ങൾ പ്രയാസപ്പെടുത്തിയാൽ, പാഷൻ ട്രാൻസ്ലേഷൻ പറയുന്നത് അവരുടെ കാവൽ ദൂതന്മാർ, their guardian angels are always looking at the Father. അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും ദൈവം 2 ദൂതന്മാരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദൈവ ദൂതന്മാരുടെ ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിൽ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ മധ്യത്തിൽ വർദ്ധിച്ചു വരുന്നു എന്ന് മാത്രമല്ല, അന്ത്യകാല ദൈവത്തിന്റെ മിഷനെ, ദൈവത്തിന്റെ പദ്ധതികളെ, ദൈവത്തിന്റെ അസൈൻമെന്റുകളെ സ്തോത്രം നിവർത്തിച്ചെടുക്കണമെങ്കിൽ അത് ദൂതന്മാരുടെ ശുശ്രൂഷകൾ കൂടാതെ അത് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, God is restoring the truth of the reality and the ministry of angels. എങ്ങനെയാണ് ദൂതന്മാരെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്? എത്ര തരം ദൂതന്മാരുണ്ട്? ദൂതന്മാർ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൂതന്മാർ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ദൂതന്മാരുടെ ശുശ്രൂഷകളെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കുവാൻ കഴിയുന്നത്? How can you partner with angels? How can you cooperate with angels? How can you move together with angels? അപ്പോൾ മാനസാന്തരത്തിന്റെ കാലങ്ങൾ ആശ്വാസകാലത്തെ കൊണ്ടുവരും. ആശ്വാസകാലങ്ങൾ സ്തോത്രം സത്യത്തിന്റെ യഥാസ്ഥാനത്തിന്റെ കാലങ്ങളെ കൊണ്ടുവരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, സ്തോത്രം, അസൂർ രാജാവ് ഇസ്രായേൽ രാജാവിനെ രാജ്യത്തെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ഹെസക്കിയ രാജാവ് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. O Lord of hosts, God of Israel, that dwelleth between the cherubims, thou art God, even thou alone of all the kingdoms of the earth, thou hast made the heaven and the earth. Hallelujah. കെരൂബുകളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധനായ സൈന്യങ്ങളുടെ യഹോവേ, അങ്ങ് മാത്രം ദൈവം, അങ്ങ് മാത്രമാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. കെരൂബുകളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധനായ സൈന്യങ്ങളുടെ യഹോവ, കെരൂബുകളുടെ മധ്യത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഈ ദിവസങ്ങളിൽ ദൈവം പ്രിയമക്കളെ അതാ ചെയ്യുന്നത്. കെരൂബുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്, സേറാഫുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്, 4 ജീവികൾ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുക. എന്താ അവരുടെ അസൈൻമെന്റ് എന്താണ്? ഹല്ലേലൂയ. പാസ്റ്റർ അജിത്തിനെയും ഈ ദൈവസഭയെയും ഈ ദേശത്ത് ദൈവത്തിന്റെ സിംഹാസനത്തെ ഇതൊരു സിയോനാക്കി മാറ്റുവാൻ അവരും നമ്മോട് കൂടെ ദൈവത്തിന്റെ പണിപ്പുരയിലാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 18:10 പറയുന്നു, കെരൂബുകളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകിൽ സഞ്ചരിക്കുന്ന പറന്നു വരുന്ന, and God rode upon a cherub and did fly. Yeah, he did fly upon the wings of the wind. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിന്റെ ചിറകിൽ മേൽ ഇരുന്ന് പറപ്പിച്ചു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനം, കെരൂബുകൾ സെറാഫുകൾ ഗാർഡ് ചെയ്യുന്ന ഈ സിംഹാസനത്തെ പല സമയങ്ങളിലും ദൈവം പറയും, സൈന്യങ്ങളുടെ യഹോവയായ നമ്മുടെ അപ്പൻ പറയും, അതാ ശെങ്കന്റെ ഊരിൽ ആരോ അതിനെ തിരുത്തി, അതിനെ യേശുവിന്റെ ഊരാക്കി, അതിനെ സയോൻ പട്ടണമാക്കി. കെരൂബുകളെ വാഹനമെടുക്ക്, നമുക്ക് അങ്ങോട്ട് പറന്നു പോകാം. എന്റെ സിംഹാസനത്തെ അവരുടെ മധ്യത്തിൽ ഇസ്രായേലിന്റെ സ്തുതികളിൽ അധിവസിക്കുന്ന പരിശുദ്ധൻ കെരൂബുകളെ വാഹനമാക്കി കാറ്റുകളുടെ ചിറകിൽ ഇരുന്ന് സ്തോത്രം നമ്മുടെ മധ്യത്തിലേക്ക്. ഹല്ലേലൂയ, ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന് 22-ഉം 23-ഉം വാക്യങ്ങൾ. പിന്നെയോ സിയോൻ പർവ്വതത്തിലും, പിന്നെയോ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാർക്കും സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ നീണ്ട ഒരു വർണ്ണനമാണ്. നിങ്ങൾ സീനായി പർവ്വതത്തിലേക്കല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ എവിടെയാ വന്നിരിക്കുന്നത്? നിങ്ങൾ സിയോൻ പർവ്വതത്തിലേക്ക്, ദൈവം വസിക്കുന്ന ആവസിക്കുന്ന നിങ്ങൾ സിയോനിലേക്കാണ് വന്നിരിക്കുന്നത്. എവിടെയാ വന്നിരിക്കുന്നത്? സിയോൻ പർവ്വതം. നമ്മൾ എന്താ പറയുന്നത്? This is the city of Zion, Zion city. ആ കരം ഒന്ന് ഉയർത്തി പറയാം, Zion, സിയോൻ പട്ടണം, സിയോൻ പട്ടണം. ഹല്ലേലൂയ. സിയോൻ സ്ഥാപിക്കപ്പെടണമെങ്കിൽ, സിയോന്റെ അനുഭവങ്ങൾ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ സിംഹാസനം അത് പണിയണമെങ്കിൽ അത് കേവലം മനുഷ്യർ പ്രയത്നിച്ചാൽ പോരാ.
ദൂതന്മാർ ഇറങ്ങണം. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ സിംഹാസനത്തെ ഗാർഡ് ചെയ്യുന്ന കെരൂബുകൾ ഇല്ലേ? അപ്പോൾ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം തന്റെ രാജ്യം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. മനുഷ്യനെ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി സേവ ചെയ്യുവാൻ, ദൈവത്തെ അസിസ്റ്റ് ചെയ്യുവാൻ, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച് നിയോഗിച്ചാക്കി. ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ പി ജി വർഗീസ് അങ്കിളിനെ കാണാൻ ഇടയായി തീർന്നു. ആ ശുശ്രൂഷകളിൽ താൻ പട്ടാളത്തിലായിരുന്നല്ലോ. താൻ പറഞ്ഞു, ഇന്ത്യൻ ഗവൺമെന്റ് എവിടെയാ, ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി പട്ടാളം എവിടുന്നാണ് അവിടെ പട്ടാളത്തിന്റെ ചിട്ട പഠിച്ചെടുത്തത് അല്ലെ? പട്ടാളത്തിൽ ഇങ്ങനെയായിരിക്കണം, അവിടെ ജനറൽ വേണം, അത് കഴിഞ്ഞ് പിന്നെ കമാൻഡർ വേണം, അവിടെയുള്ള ഡിഫറെന്റ് റാങ്ക്സ് എങ്ങനെയാണ്. അപ്പൊ അങ്കിൾ പറഞ്ഞു, പട്ടാളക്കാരനായത് പറഞ്ഞു, ഇന്ത്യക്കാരെന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു, അവര് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്തു, അവര് അനുകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഇങ്ങനെയാണ് ആർമി, എയർഫോഴ്സ് ഒക്കെ ഇരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് എവിടുന്നാണ് സ്തോത്രം ഇങ്ങനെയാണ് ഒരു മിലിറ്ററി ഫോം ആകേണ്ടത്, അവരെവിടുന്ന് പഠിച്ചു? അവര് ദൈവവചനത്തിൽ നിന്ന് പഠിച്ചു. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഭയങ്കര ഒരു ഓർഡർ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരു ഭയങ്കര ഓർഡർ ഉണ്ട്. ആമേൻ. ഒരു ഭയങ്കര സ്തോത്രം. ഹല്ലേലൂയ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ദൈവത്തിന്റെ അധികാരങ്ങളുണ്ട്. വ്യത്യസ്തമായ ദൈവത്തിന്റെ ദൂതന്മാർ, സ്തോത്രം, കെരൂബുകളുണ്ട്. കെരൂബുകൾ അല്ലേ? കെരൂബ് എന്ന് പറഞ്ഞാൽ ദ മൈറ്റി വൺസ്, ശക്തന്മാരാണ് കെരൂബുകൾ. ദൈവത്തിന്റെ സിംഹാസനത്തെ ഗാർഡ് ചെയ്യുന്ന, അവരെ കട്ട് ചെയ്ത് ആർക്കും അങ്ങോട്ട് പോകുവാൻ. നമുക്കറിയാം, ലൂസിഫർ ഒരു കെരൂബായിരുന്നു അല്ലേ? എസെക്കിയേലിന്റെ പുസ്തകം 28-ാം അധ്യായം 12-ാം ഭാഗം ഒക്കെ വായിക്കുമ്പോൾ ഒരു അനോയിന്റഡ് കെരൂബായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളതെല്ലാം ചിന്തിച്ചു, സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന് അത്രമാത്രം വേദന ഉണ്ടായത്. ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, അവന്റെ ഹൃദയത്തിൽ എങ്ങനെയാ അങ്ങനെ ഒരു ദുർചിന്ത വന്നത്? അതുകൊണ്ട് അവനെ വെട്ടി താഴെ ഇടുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കുവാൻ. ഹി വാസ് an anointed Lucifer, anointed cherubim, cherubims, the cherubims, the mighty ones, seraphims. അവര് കത്തുന്നവരാ. അപ്പോൾ ഫയർ ബാപ്റ്റിസം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും തീ കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുമ്പോൾ, തീയുടെ ശുശ്രൂഷകൾ വെളിപ്പെടുമ്പോൾ ഈ സേറാഫുകൾ അങ്ങ് വെളിപ്പെടും. യെശയ്യാ പ്രവാചനം 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, വലിയ ദൈവിക ശുദ്ധീകരണം, ഹല്ലേലൂയ, ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വലിയ രൂപാന്തരത്തിന് ശുശ്രൂഷകൾ സേറാഫുകൾ വന്ന് നാവിൽ തൊടും. എന്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടില്ലേ, 15-ാമത്തെ വയസ്സ് വരെ ഹല്ലേലൂയ വായിൽ നിന്ന് തെറി സംസാരിക്കുമായിരുന്നു. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ചീത്ത പറയും, തെറി പറയും. ഒരു ലൈസൻസും ഇല്ലായിരുന്നു, അതാരാണെന്നൊന്നുമില്ല. പക്ഷെ ആ എൻകൗണ്ടറിൽ സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ജീവിതം മാറി. ഹല്ലേലൂയ. 180 ഡിഗ്രി അന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. അജയ്, ഞാൻ നിന്നെ ഹല്ലേലൂയ യേശുവിനെ അറിയാത്ത ജനങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിന്നെ നിർത്തും. ഇതിന്റെ നോർത്ത് ഇന്ത്യൻ മിഷണറി യാത്രകളിൽ ഹല്ലേലൂയ, ഹിമാചൽ പ്രദേശിലും ആരും എത്താത്ത സാധൂർ സിന്ദൂർ സിംഗ് പോലുള്ള ആൾക്കാർ എത്തുന്ന ആ സ്ഥലങ്ങളിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ അറിയും, കർത്താവേ, എന്റെ 15-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ നീ എന്നോട് ഇടപെട്ടതിന്റെ നിവൃത്തിയാണല്ലോ. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ആ മണ്ണിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷിച്ച് അവരുടെ മേൽ ആത്മപകർച്ചകൾ കൊടുത്ത് അവരെയും പരിശുദ്ധാത്മാവിന്റെ ആ അനുഭവത്തിലേക്കും ആ തീയിലേക്കും കൊണ്ടുവരുവാൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ വെളിപ്പെടുമ്പോൾ ഒരു സേറാഫിന്റെ നാവിൽ തൊട്ടു. ഇപ്പോഴൊക്കെയാണ് നമുക്കത് വചന വെളിപ്പാടുകൾ. സ്തോത്രം ഹാലെ. എന്റെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടു. എന്റെ ഭാര്യയോടും മക്കളോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ചീത്ത പറയണമെങ്കിൽ എന്നെ അത്രമാത്രം പ്രകോപിക്കണം. യു ഹാവ് ടു പ്രൊവോക്ക് മീ ദാറ്റ് മച്ച്. ഞാൻ പറഞ്ഞാൽ സ്തോത്രം അത് ഫലിക്കും. അതുകൊണ്ട് ദൈവം എനിക്കൊരു വാർണിംഗ് തന്നു, അജിത്, നോ 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 നോ. നിന്നെ എത്ര വേദനിപ്പിച്ചാലും മുറിവേൽപ്പിച്ചാലും ഹല്ലേലൂയ, ഗാർഡ് യുവർ ടങ്, ഗാർഡ് യുവർ ടങ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ നാവോട് ഞാൻ ഭയങ്കര കെയർഫുൾ ആ. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ ഈ 13 വർഷങ്ങൾ ഇവിടെയുള്ള ആത്മയുദ്ധത്തിന്റെ മധ്യത്തിൽ സ്തോത്രം അങ്ങനെ ഒരു കരുത്ത് പ്രാപിച്ച് തീയിൽ കൂടെ കടത്തിവിട്ട് അനേക അനുഭവങ്ങളിൽ കൂടെ കടത്തിവിട്ട് ജീവിക്കണ്ട, മരിച്ചാൽ മതി എന്ന് എന്റെ ചെറിയ പ്രായം മുതൽ പറഞ്ഞ് ഹല്ലേലൂയ, നീ ജീവിക്കണ്ട, അജിത്തിന് ജീവിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ മധ്യത്തിലാണ്
ദൈവം എന്നെ തെരഞ്ഞെടുത്തത്, തന്റെ നിയോഗത്തെ പകർന്നത്. ഓ റാബാ റാക്കാ. എന്റെ 17-ാമത്തെ വയസ്സിലാണ് ഞാൻ കുര്യനങ്ങളുടെ വീട്ടിൽ പോയി, സ്തോത്രം, വെള്ളിയാഴ്ച പോകും സഭാ ശുശ്രൂഷയുടെ പൈനറിംഗ് മിനിസ്ട്രിയുടെ ആരംഭങ്ങൾ നടത്തിയത്. ഹേയ് 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 Rabba Sheta Barozai Baba Leta Bari Baba Mashata Bari Bala Zai Baro Shai Baba Maro Shabala Bala Zai Baba Mashata Baba. അപ്പോൾ കെരൂബുകൾ, സേറാഫുകൾ, ഹല്ലേലൂയ. അപ്പോൾ തീയുടെ അഭിഷേകം വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ. റെയ്നാഡ് ബോങ്കെ കൊച്ചിയിൽ വന്നപ്പോൾ, ഹല്ലേലൂയ, പുള്ളിയുടെ എല്ലാ ശുശ്രൂഷകൾ രാവിലെ, സ്തോത്രം, ശുശ്രൂഷന്മാർക്ക് വേണ്ടി ഒരു ശുശ്രൂഷയുണ്ട്. വൈകിട്ട്, സ്തോത്രം, ഒരു ഗോസ്പൽ ശുശ്രൂഷ, ഇവാഞ്ചലിസ്റ്റിക് മീറ്റിംഗ് ഉണ്ട്, ക്രൂസൈഡ് ഉണ്ട്. രാവിലത്തെ ശുശ്രൂഷകൾ വചനമൊക്കെ സംസാരിക്കും. പുള്ളിയുടെ പ്രധാനമാണ് ഫയർ ബാപ്റ്റിസം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഫയർ ബാപ്റ്റിസത്തിലൊക്കെ പോയി, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ താൻ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, സേറാഫുകൾ വെളിപ്പെടും. ആ കൈയൊന്ന് ഉയർത്തിയാൽ നല്ലതായിരിക്കും. അത് പറയുമ്പോൾ നിങ്ങളുടെ മേലും കൂടെ ഒരു കൈകെട്ടിയിരുന്നാൽ നിങ്ങൾ വന്നതുപോലെ പോകും. അത് ചാടി പിടിച്ചാൽ അത് നിന്റെ അനുഭവമായി തീരും. 4 ജീവികൾ, സ്തോത്രം, ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. ഈ ഓൾട്ടറിൽ കെരൂബുകൾ നിൽക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ. സെറാഫുകൾ ശുശ്രൂഷിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇരുന്ന്, സ്തോത്രം, അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാലടികൾ കേൾക്കാം, കുതിരകളുടെ കാലടികൾ കേൾക്കാം. അപ്പൊ ഇവിടെ വേർഷിപ്പ് ടീം ഇങ്ങനെ മന്ദമായി, സ്തോത്രം, പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ ഈ മക്കളൊക്കെ അവിടെ മാക്സിമത്തില്ല. പക്ഷേ, സ്തോത്രം, ഹല്ലേലൂയ, യാഥാർത്ഥ്യങ്ങൾ വേറൊരു തലത്തിലാണ്. ഒരു ദർശനം കണ്ടു. എന്താ ദർശനം കാണുന്നത്? പെട്ടെന്ന് സ്വപ്നത്തിൽ ദൈവം ഒരു ദർശനം കാണിക്കുക. ആറാട്ടുപുഴ ആ സൈഡിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ദർശനത്തിൽ ഞാൻ കാണുന്നത്, ഞാൻ പ്രതീക്ഷിക്കാതെ ആക്രോശിച്ച ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു പുലി എന്റെ നേരേക്ക് അങ്ങ് ചാടുക. പെട്ടെന്ന് ഞാൻ കാണുന്നത്, ഞാൻ നോക്കിയപ്പോൾ ഒരു പുലി ആക്രോശിച്ച് ദേഷ്യപ്പെട്ട് എന്റെ മേൽ ചാടുന്ന, സ്തോത്രം. ഞാൻ വിചാരിച്ചു എന്റെ മേൽ വീണ് എന്നെ കടിച്ചു കീറിക്കളയും. പക്ഷെ എന്തോ ആ സമയത്ത് ഞാൻ പെട്ടെന്നൊന്ന് മാറി. ഈ പുലി കുറച്ച് ദൂരെ പോയി വീണു, സ്തോത്രം. ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആഴ എന്നെ, ഞാൻ പോലും സ്റ്റക്കായി നിന്നപ്പോൾ എന്നെ അവിടുന്ന് മാറ്റി സൈഡാക്കിയത് ദൈവത്തിന്റെ ദൂതന്മാർ. എന്നെ പെട്ടെന്ന്, സ്തോത്രം, ഒരു വീട്ടിന്റെ അകത്തേക്ക്, സമീറിന്റെ വിജയുടെ വീട്ടിലോട്ട് ഞാൻ ദർശനത്തിൽ കാണുക. പെട്ടെന്ന് ആ പുലി കുറച്ച് ദൂരെ പോയി. പെട്ടെന്ന് ഞാൻ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഞാൻ അഭയം പ്രാപിച്ചു. അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നോക്കുകയാ, എവിടെ പോയി ആ പുലി? പുലി തിരിച്ചു മടങ്ങി വന്നു, ആക്രോശിച്ച് എന്നെ അന്വേഷിക്കുക. അവിടെ ഇവിടെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുലി എന്നെ കാണാതെ കൊണ്ട് അങ്ങ് പോയി. എനിക്ക് മനസ്സിലായി പുലി ആരാ പുലി? ഇവിടുത്തെ ദേശശക്തിയാണ്. പാസ്റ്റർജിത്തിന്റെ അസൈൻമെന്റ് ചെറുതല്ല. ഈ ദൈവസഭയുടെ അസൈൻമെന്റ് ചെറുതല്ല. ഇവിടെ നാം നേരിടുന്ന പൈശാചിക കാറ്റുകൾ, അതിനെ വിളിച്ചു പറയുന്നത്. അതിനെ വെല്ലണമെങ്കിൽ, സ്തോത്രം, ഒരു സൈന്യം എഴുന്നേൽക്കണം. കുപ്പിപ്പാല് കുടിച്ചുകൊണ്ടിരുന്നാൽ അവർക്കൊന്നും പട്ടണത്തെ പിടിപ്പിക്കാൻ കഴിയത്തില്ല. സഭായോഗം 9 മണിക്ക് 9:30 വരുന്നവർക്ക് പട്ടണം പിടിക്കാൻ പറ്റുമോ? അവർക്ക് അപ്പം നിന്നുകൊണ്ട് പോകാം. അപ്പോൾ ആക്രോശിച്ച് നിൽക്കുന്ന ഒരു പുലി ദേശശക്തിയാ. ഇതിനെ വെല്ലണമെങ്കിൽ അതിന് കരുത്ത് വേണം. അവന് കരുത്തന്മാരായ ശുശ്രൂഷകന്മാരണം. ദാവീദ് ഒറ്റയാള് പോരാ സിയോൻ കോട്ട പിടിച്ചെടുക്കാൻ. ഒറ്റ വ്യക്തി പോരാ അതിനെ യെരൂശലേമാക്കാൻ, സിയോനാക്കാൻ. ശക്തന്മാരായ 38 എണ്ണം ചുറ്റും നിൽക്കുക. ദാവീദിനെ കാട്ടി ശക്തന്മാരാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലമുറ എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷന്മാരെ പരിശീലിപ്പിച്ചെടുക്കുക. ഇന്ന് 77-ാമത്തെ വയസ്സിൽ കുര്യനങ്ങൾ ഇവിടെ വന്ന് ഫയർ ആയത് നിങ്ങൾ കണ്ടോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, പാസ്റ്റർ എന്താ ഈ പറയുന്നത്? അങ്കിളെ അങ്ങ് പിടിച്ച്, അധ്യാപകനല്ലേ, പ്രൊഫസർ അല്ലേ, കുഞ്ഞുങ്ങളെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരാളല്ലേ, എന്താ ഈ പാസ്റ്റർ പറയുന്നത്? അത് പിടിച്ചെടുത്ത്, സ്തോത്രം, ഞാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞപ്പോൾ അതിലൊരു അഭിഷേകം വെളിപ്പെട്ടു. പാസ്റ്റർ തിരിച്ചറിഞ്ഞു,
In that shout of hallelujah, there is an anointing that ഇവിടുത്തെ ഒരു ചെങ്ങന്നൂരിലെ ഒരു വ്യക്തിയല്ലേ, ആ കുടുംബത്തിലല്ലേ ഇത്രയും കാലം സ്തോത്രം മനപ്പീഡയിലും തകർച്ചയിലാക്കി വെച്ചത്. You better shout hallelujah. Amen. Hallelujah. Amen. മെനഞ്ഞാന്ന് ഞാൻ വീണ്ടും ഒരു ദർശനം കണ്ടു, സ്വപ്നത്തിൽ ഒരു ദർശനം കണ്ടു. ഞാൻ നോക്കിയപ്പോൾ സ്തോത്രം ഞാൻ കാണുന്ന ഒരു മംഗൂസ്, ചെറിയ മംഗൂസാണ്. മംഗൂസ് അറിയാമല്ലോ എല്ലാവർക്കും, പാമ്പ്. കീരിയും പാമ്പും കൂടെ. കീരിയും പാമ്പും കൂടെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും. പാമ്പ് നമുക്കറിയാം എന്താ, പാമ്പ് പൈശാചിക ശക്തിയെ കാണിക്കുന്നു. കീരി ഇല്ല, എന്താ അതിനെ എതിർക്കാൻ നോക്കുന്ന സ്തോത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം. ഇറ്റ് വാസ് എ സ്പിരിച്വൽ വിഷൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം ഈ പാമ്പ് കീരിയെ അങ്ങ് ആക്രമിച്ചു, പിന്നെ അങ്ങ് വിഴുങ്ങി, അതിന്റെ ഉള്ളിലോട്ട് പോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ സ്തോത്രം പിന്നെ ഒറ്റ തുപ്പ് വന്ന് വീണത് എന്റെ അടുത്ത്. ആ ചീറ്റൽ നോക്ക, അവിടുത്തെ ആ പോയിസനും ആ സ്തോത്രം ആ കീരിയെയും എന്റെ അടുത്ത് വന്ന് വീഴുകയാ. അപ്പോഴെനിക്ക് മനസ്സിലായി എന്താ ദൈവം സംസാരിക്കുന്നതെന്ന്. സ്തോത്രം, കീരി ഇവിടുത്തെ ഒരു യോദ്ധാവാണ്, ഒരു പോരാളിയാണ്. ഈ പോരാട്ടത്തിന്റെ മധ്യത്തിൽ സ്തോത്രം പൈശാചികൻ ചെയ്യുന്ന തന്ത്രങ്ങളാണ്. എടാ, നിന്റെ ഒരു പോരാളിനെ ചവച്ച് തുപ്പി എന്റെ കാൽക്ക് ഭയം വരുന്ന നിലവാരത്തിൽ സ്തോത്രം ഞാൻ കണ്ടു നിന്നു. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ഞാനൊരു വാളങ്ങെടുത്തു. നിങ്ങൾക്ക് പാസ്റ്റേഴ്സിനെ അറിയത്തില്ല. എന്റെ ജീവിതത്തിന്റെ ഞങ്ങൾ കുടുംബമായി കടന്നുപോയ ശുശ്രൂഷകളിൽ സ്തോത്രം ഒത്തിരി വിലയാ മക്കളെ ഈ സ്ഥാനത്ത് നിൽക്കാൻ. ഒത്തിരി പരിശീലിപ്പിച്ചു, കരുത്ത് പ്രാപിച്ചു. ഇതിനെ പോരാടാൻ, ഇവിടുത്തെ ദേശശക്തിയെ പോരാടാൻ അത് എളുപ്പമല്ല. നിങ്ങൾ കേട്ടില്ലേ, കുക്കു സാഹിബ് ഭാരതത്തിൽ വ്യാപരിച്ച ഒരു ഉണർവിന്റെ വക്താവായിരുന്നു. പക്ഷേ തന്നെ ഓടിപ്പിച്ച് കളഞ്ഞു. എത്ര പ്രാവശ്യം വാസ്തവത്തിൽ ഇവിടുന്ന് പോകാനായിട്ട് പെട്ടി പാക്ക് ചെയ്ത് പോകാൻ ഇവിടെ വന്ന സമർത്ഥങ്ങൾ കാരണം പ്ലാൻ ചെയ്തെന്നറിയാമോ? That dominant is the principality. ഒരു വാളെടുത്തു, ആക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അതെ, എന്റെ ഒരു പോരാളിക്ക് സ്തോത്രം ഒരു വിഷയമുണ്ടാക്കി പൈശാചിക മണ്ഡലം സന്തോഷിക്കുന്നെങ്കിൽ സ്തോത്രം തീർന്നിട്ടില്ല. എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാ, when the devil hits at you, hit him back, don't retreat. അതുകൊണ്ട് അടുത്ത ഓൾട്ടർ സർവീസുകളിൽ സ്തോത്രം, അടുത്ത ആഴ്ചകൾ നടക്കുന്ന ഈ ഓൾട്ടർ സർവീസുകളിൽ അടുത്ത ആഴ്ച സ്തോത്രം ഈ പൈശാചികനെ നേരിടുവാൻ സ്തോത്രം ഉപവാസം എന്ന ആയുധമായി എന്റെ കൂടെ കുറെ പോരാളികൾ എഴുന്നേൽക്കുകയാണ്. Hallelujah. With a weapon of fasting. Hallelujah. വ്യത്യസ്തമായ വെപ്പണുകളുണ്ട് ദൈവം ആജ്ഞാപിച്ചത്. Take that weapon of fasting. That weapon of fasting. Hallelujah. 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 The battle is becoming intense. Amen. The battle is becoming intense. Amen. അതുകൊണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ശുശ്രൂഷന്മാർ തിരിച്ചറിയണം. ഈ ശുശ്രൂഷയുടെ ഭാഗമാണെങ്കിൽ തിരിച്ചറിഞ്ഞ് ആ അലൈൻമെന്റിലേക്ക് നിങ്ങൾ വരണം. ശുശ്രൂഷ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചല്ലോ, the 4 A's of a minister. The first is attitude. ഒരു മിനിസ്റ്റർ ആകുവാൻ you have to have an attitude of a minister. The attitude and the mindset of a minister. The second is accountability. ഒരു ശുശ്രൂഷ നാലാമത്തെ ആന്റി പറഞ്ഞ അവൈലബിലിറ്റി. നിനക്ക് സമയമേ ഇല്ലെങ്കിൽ പിന്നെ നീ എന്ത് ശുശ്രൂഷ ചെയ്യാന്? നീ സഭയെ വരുന്നില്ലെങ്കിൽ നീ ഏത് ശുശ്രൂഷകനാ? നമ്മുടെ ഹൃദയങ്ങൾക്കൊരു സർജറി വേണം. നിനക്കാണോ ദേശത്തെ പിടിക്കേണ്ടത്? നിനക്കാണോ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്? അതാണോ നിന്റെ സ്വപ്നം, ദർശനം? വില കൊടുക്കാൻ തയ്യാറാകാത്തവരെ എങ്ങനെ? എല്ലാവർക്കും വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളും വലിയ മനക്കോട്ടകളാണ്. പക്ഷെ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ
വില കൊടുക്കാൻ ഭയങ്കര ആഗ്രഹങ്ങളാ, പറയുന്നത് അങ്ങേയറ്റത്തെ കാര്യങ്ങളാ. പക്ഷെ അതനുസരിച്ച് ഒരു വില കൊടുക്കാൻ, സ്റ്റെപ്പുകൾ എടുക്കാൻ, അതനുസരിച്ച് ആ തീയാൽ പിടിക്കപ്പെടാൻ, അതനുസരിച്ച് ആ എരിവിനാളൊന്ന് പിടിക്കപ്പെടാൻ. അതെ, എന്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടതാ ഒത്തിരി പേര് പാസ്റ്റർ തന്നെ ഇവിടെ റേസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഒത്തിരി പേര് അല്ലേ. അവരുടെ ആഗ്രഹങ്ങളൊക്കെ നല്ലതാ. പക്ഷെ അതിന്റെ സ്റ്റെപ്പുകൾ ഉണ്ട് മക്കളെ. ശുശ്രൂഷനാകണോ? നീ 9:30 വന്നാൽ നീ എങ്ങനെയാ ശുശ്രൂഷനായിത്തീരുന്നേ? ആഗ്രഹം നല്ലതാ, പക്ഷെ അതിനൊരു വിലയുണ്ട്. എല്ലാരും പോകുന്നതിന് മുമ്പേ നിനക്ക് വീട്ടിൽ പോകണം. നീ എങ്ങനെ ശുശ്രൂഷനായിത്തീരും? ഹല്ലേലൂയ. ദൈവം ഒരു സൈന്യത്തെ പുറത്തെടുക്കുക. ശുശ്രൂഷന്മാരുടെ ആവശ്യമുണ്ട്. കൊയ്ത്ത് വളരെ ഉണ്ട്. വേലക്കാർ ചുരുക്കാം. ഇപ്പോൾ സാധാരണ വേലക്കാരെ അല്ല വേണ്ടത്, യുദ്ധം ചെയ്യുവാൻ ആ തലത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവരുടെ സമയവും. ജീസസ്, എത്ര പേരെന്ന് പറയും, കർത്താവേ എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട് കർത്താവ്, മനസ്സുണ്ട്.